രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഒരു വലിയ പ്രചാരണ കാലത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കന്നി അംഗം എങ്ങനെ കാണുന്നു പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ ഈ മുന്നോട്ട് പോക്കിനെ? അഭിലാലിലേക്ക് എത്താം. വീട്ടിലെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും 3,12,000-ത്തിലധികം വോട്ട്. അഭിലാൽ, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലെ അടൂരിലെ വീട്ടിൽ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിയാണുള്ളത്. ലഡു എന്ന് വാങ്ങിച്ചു വെച്ചതാ? ലഡു ഇന്ന് വാങ്ങിച്ചതാ. വാങ്ങിച്ചു? അതിപ്പം വാങ്ങിച്ചതാ. ആദ്യമൊക്കെ ഇത്തിരി പ്രയാസത്തിൽ ഇങ്ങനെ ഇരുന്നേത്, പിന്നെ ഇങ്ങനെ കയറി കയറി വന്നപ്പോൾ ലഡു ഇച്ചിരി വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ശരി ശരി. അപ്പൊ ഇത് തികയത്തില്ലെന്ന് തോന്നല്ലോ? അല്ല, തികയ്ക്കുമല്ലോ ഞങ്ങള്. ശരിക്കും ഇപ്പൊ പാലക്കാട് ഉണ്ടാവേണ്ടതായിരുന്നു അല്ലേ? ഞാൻ പോയായിരുന്നല്ലോ, ഇന്നിപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് മോൻ പോയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാരും ഇവിടെ ആരേലും ഒരാൾ വേണ്ടായോ, പിന്നെ ഇവനും തന്നെ ഉള്ളു, പിന്നെ പിള്ളേർ വന്നതാ. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോ ആയിരുന്നു ഇവിടെ റിപ്പോർട്ടർമാരോട് പറയുന്ന കേട്ട്, സുരേന്ദ്രൻ പറയുന്ന കേട്ട് വിളിക്കണേന്ന് 11 മണിയാകുമ്പോ. വിളിച്ചില്ലയോ ആരും? അല്ല, വിളിക്കണേന്ന് ബെല്ല് വിളിച്ചു പറഞ്ഞു. സന്തോഷിക്കാനുള്ള വാർത്തകൾ. ചേലക്കരയിൽ ഇതാ UR പ്രദീപിന്റെ ലീഡ് 11,000 പിന്നിടുന്നു. അതേപോലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 10,000 പിന്നിടുന്നു. 10,508 വോട്ടുകൾക്ക് പാലക്കാട്. അതുപോലെ തന്നെ ചേലക്കരയിൽ UR പ്രദീപ് 11,000-ൽ പരം വോട്ടുകൾക്ക്. LDF-ഉം UDF-ഉം അവരുടെ സിറ്റിംഗ് മണ്ഡലം നിലനിർത്തുന്നു. അതിൽ പാലക്കാട്ടെ വിജയം എല്ലാ പ്രതീക്ഷകളെയും തെറ്റിക്കുന്ന വമ്പൻ വിജയമായി ഒരു രാഹുൽ സുനാമിയായി മാറുകയാണ്. പാലക്കാട് എന്ന വാക്ക് അക്ഷരത്തിൽ ശരിയാവാൻ പോവുകയാണ് കേട്ടോ. നേരത്തെ 12,000 15,000 ഒന്നും അല്ല, ഇത് 15,000 കടക്കും ആ നിലയിലാണ്. കാരണം ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞ 8ാം നമ്പർ ബൂത്ത്, 8ാം റൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന 9ാം റൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത് UDF-ന്റെ ലീഡ് 2,460 ആയിരുന്നു. അത് 5,000-ആയി വർദ്ധിച്ചു, അതായത് ഇരട്ടിച്ചു. 10ാം റൗണ്ട് കൊടുന്തിരപ്പള്ളിയും പിരായിരിയും പേഴുങ്കരയും ഒക്കെ ഉള്ള UDF ലീഡ് അവിടെ 1,813 ഇതാണ് പിരായിലെ ട്രെൻഡെങ്കിൽ അവിടെ ഒരു 3,500 വോട്ടിന്റെ ലീഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 11, 12 അങ്ങോട്ട് പോകുന്ന ഇനിയുള്ള റൗണ്ടുകളിൽ മാത്തൂരും കണ്ണാടിയുമാണ്. അവിടെ BJP പിക്ചറിൽ ഉണ്ടാവില്ല ഈ ട്രെൻഡ് ആണെങ്കിൽ. അപ്പൊ BJP-യുള്ള അന്തരം വീണ്ടും വർദ്ധിക്കുകയാണ്. ഇവിടെ 2,500-6,000 ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ചിത്രം ഇതുവരെ കഴിഞ്ഞ ഒരു 2 തെരഞ്ഞെടുപ്പെങ്കിലും ആയിട്ട് പാലക്കാട് കണ്ടിട്ടില്ലാത്തൊരു ചിത്രം കൂടി തെളിയുമോ എന്നുള്ളതുണ്ട്.